നമുക്കിന്ന് എളുപ്പത്തിലൊരു ചക്കയെരിശ്ശേരി ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് വട്ടത്തിലരിഞ്ഞു വെച്ച ചക്ക കഷ്ണങ്ങളും കുറച്ച് ചക്കക്കുരു മുറിച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1.5 ഗ്ലാസ് വെള്ളവും കൂടി വെച്ചിട്ട് 2 വിസിലങ്ങ് വേവിച്ചെടുത്തു കേട്ടോ. ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങൾ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചതും കൂടെ ഉടച്ചു വെച്ച ചക്കയിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ വറുത്തതിന്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ച ശേഷം വെളിച്ചെണ്ണയിൽ നിറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് കടുക് വറുത്തതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി റെഡിയാണ്. എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ആയോ? എന്റെ വീട്ടിലായില്ലായിരുന്നു കേട്ടോ. എന്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ചക്ക എരിശ്ശേരി ഒക്കെ വെക്കാറുണ്ടോ? വെച്ച് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്ന് ഞാൻ ഓഫീസിലോട്ട് ചോറിന് കൊടുത്തു വിട്ട ഈ ചക്കയെരിശ്ശേരി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പുമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. ആ ഉപ്പുമാങ്ങ വെച്ചിട്ട് കാന്താരിയൊക്കെ അരച്ചൊരു കറിയും കൂടെ അങ്ങ് ഉണ്ടാക്കി. ഇതിന്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഇടാവേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.